സോ ഞാൻ ഈവിൾ ഡെഡ് ബേൺ എന്നൊരു മൂവി കണ്ടു, ഡയറക്റ്റഡ് ബൈ സെബാസ്റ്റ്യൻ വാനിച്ചെക്ക്. പുള്ളിക്കാരൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റീസെൻ്റ്ലി വായിച്ചതാണ്. എനിക്ക് ഈ ഹൊറർ മൂവീസ് ഇഷ്ടമായതുകൊണ്ട് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഹൊറർ റിലേറ്റഡ് ചാനൽസ് ഫോളോ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടുകൾ. അപ്പോൾ അതിൽ വന്നൊരു കണ്ടൻറ്റാണ് ഈ പുള്ളിക്കാരൻ, ഈ പറയുന്ന ഈവിൾ ഡെഡ് ബേണിൻ്റെ ഡയറക്ടർ സെബാസ്റ്റ്യൻ, പുള്ളിക്കാരന് ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞൊരു പടം പുള്ളിക്കാരൻ ചെയ്തിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ആ പടം. എട്ടുകാലി റിലേറ്റഡ് പടമാണ്. എട്ടുകാലികളെ പേരുള്ളവർക്ക് ചിലപ്പോൾ നല്ലോണം വർക്കാവും. അത് ഒരു കെട്ടിടത്തിൽ എട്ടുകാലി കൊണ്ടുവരുന്നതും പിന്നെ സ്പ്രെഡായി കുറേ എട്ടുകാലികളാവും, അങ്ങനെ വലുതാണ്. അങ്ങനെ പണ്ട് കണ്ട കേട്ടോ പടം, ഓർമ്മയുണ്ട്. പക്ഷേ അപ്പോൾ ഈ ഒരു പടം ഇവിടെ സാം റൈമിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് ഡയറക്ടർ ഓഫ് ക്ലാസിക് ഈവിൾ ഡെഡ് ഉണ്ട്, പഴയ 1980s 1979 തോന്നുന്നു. ക്ലാസിക് ഈവിൾ ഡെഡ് കാണാത്തവർ അതൊന്ന് കാണാം ആദ്യം. അപ്പോൾ സാം റൈമിക്ക് ഇഷ്ടപ്പെട്ടു. ഈവിൾ ഡെഡ് 1, 2, തേർഡ് പാർട്ട് ആർമി ഓഫ് ഡാർക്ക്നെസ്, ഈ 3 പടം ഡയറക്റ്റ് ചെയ്തതാണ്. അതായത് ഈ സ്പൈഡർമാൻ 1, 2, 3 ഉണ്ടല്ലോ, ടോബി മഗ്വയറിൻ്റെ, അതൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ സാം റൈമി. ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത സെൻറ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ കണ്ട 3Dയിൽ ക്വാളിറ്റി കണ്ടൻറ്റാണ്, കിടിലം പടം. അപ്പോൾ സാം റൈമി ഈ ഈവിൾ ഡെഡിൻ്റെ ഉസ്താദ്, പിതാവ് എന്നൊക്കെ പറയാം. പുള്ളിക്കാരന് ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞ പടം ഇഷ്ടപ്പെട്ടിട്ട് സെബാസ്റ്റിനോട് പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം ഈവിൾ ഡെഡ് ഡയറക്റ്റ് ചെയ്യാനായിട്ട്, ബേൺ. അങ്ങനെയാണ് ഈവിൾ ഡെഡ് ബേൺ ഉണ്ടായത്. ആൻഡ് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമായി. ഈ സിനിമ എനിക്കിഷ്ടമായി, കിടിലം പടം. എനിക്ക് ഈ പടം ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് ഈവിൾ ഡെഡ് റൈസ് ഇറങ്ങിയിരുന്നു. റൈസിൻ്റെ ഡയറക്റ്റ് സീക്വലാണ്, എൻ്റെ കണ്ടിന്യൂഷനാണ് പടം. റൈസ് കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ, ക്യാരക്ടർ വൈസ് കണക്ഷൻ ഉണ്ട് ഈ പടത്തിൽ. എനിക്ക് റൈസാണ് ഒരു കണ്ടയിൽ നിരാശ തോന്നിയ ഒരു ഈവിൾ ഡെഡ് ഉണ്ടെങ്കിൽ റൈസാണ്. ഈ സാം റൈമി ഡയറക്റ്റ് ചെയ്ത 3 പാർട്ടുകളും പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ റീമേക്ക് വന്നിരുന്നു, പിന്നെ റൈസ് വന്നു, ഇപ്പോൾ ബേൺ വന്നു. റൈസ് ആരെ ഡയറക്റ്റ് ചെയ്ത് എനിക്കറിയില്ല, മറന്നു ആളുടെ പേര്. ലേക്രോണിൻ ഇവിടെ ഇപ്പം മമ്മി ലേക്രോണിൻ്റെ ഇറങ്ങിയിരുന്നു അടുത്ത്. അപ്പോൾ ഈവിൾ ഡെഡ് റൈസ് എനിക്ക് ആ ഉള്ള പടത്തിൽ വീക്കായിട്ട് തോന്നിയൊരു പടം റൈസാണ്. പക്ഷേ റൈസിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം, ഒരു പ്ലസ് പോയിന്റ്, ആ പടത്തിൻ്റെ ടൈറ്റിൽ പ്ലേസ്മെൻറ്റ് കിടിലനാണ്. ഈവിൾ ഡെഡ് റൈസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിങ്ങനെ ഉയർന്നു വരുന്നത്, അതൊരു പ്ലേസ്മെൻറ്റ് കിടിലനാണ്. ഇപ്പോൾ ബേണിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ റൈസിൻ്റെ വേറെ ഏതൊക്കെ റിവ്യൂ പറയുന്നത്, ഈവിൾ ഡെഡ് ബേണിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ പ്ലേസ്മെൻറ്റും ഊഹിക്കാം, ബേൺ എന്തിലായിരിക്കും വരാമെന്ന്. കിടിലൻ ടൈറ്റിൽ പ്ലേസ്മെൻറ്റ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കേസ് സിനിമയുടെ വയലൻസും ഹൊററും ടോപ്പാണ്. ടോപ്പ് വയലൻസ്, ടോപ്പ് ഹൊററാണ്. ഞാൻ കുറേ വയലൻസ് ഉള്ള പടങ്ങൾ കാണുന്നത് ഇഷ്ടമാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഗ്യാപ്പ് എടുത്തതിനെ കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു സീൻ എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാ സീനൊക്കെ ഓക്കെ, ഇത് ചെയിൻസോ വലിച്ചിട്ട് അരിഞ്ഞ് മുറിക്കുന്നതും കുടൽ പകുതി പുറത്ത് വരുന്നതൊക്കെ എനിക്ക് ഈസി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ പടത്തിലൊരു സീനുണ്ട്, ഇങ്ക്പെൻ വെച്ചിട്ടൊരു സീനുണ്ട്. വേണേൽ പറഞ്ഞുതരാം. വയലൻസ് ഉള്ള പടങ്ങൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ പടം എന്തായാലും എടുത്ത് കാണത്തൂല്ല. ഒരു ഇങ്ക്പെൻ എടുക്കാമെന്ന്. ഈ പടത്തിലെ സീനാണ് ചെവിയിലേക്ക് കുത്തിക്കയറ്റി ഇറങ്ങാം. ഇത് സ്പീഡിലാണ് ചെയ്യണമെങ്കിൽ പോട്ടെ, മൾട്ടിപ്പിൾ ടൈംസ് അതും സ്പീഡിലാണെങ്കിലും പോട്ടെ. ഇത് പതിയെ കയറ്റുക ചെവിയുടെ ഉള്ളോട്ട്, നേരെ പോയി ചെവിക്കല്ലി കുത്തില്ലേ. അപ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് ഈ പറയുന്ന ക്യാരക്ടറിൻ്റെ റിയാക്ഷനും വരും. അയ്യോ, നമുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ആ സീൻ തിയേറ്ററിൽ കണ്ടിട്ട്. ബാക്കി ഏത് സീൻ എനിക്കിരുന്ന് കാണാൻ പറ്റും, പക്ഷേ ഈ സീൻ മാത്രം പതിയാണ് കയറുന്നത്. ചെവിക്കല്ല് അടിച്ചു പോകുമ്പോൾ പൊട്ടും. അപ്പോൾ അതിനുള്ളൊരു ഇത് കൊടുക്കണ്ടേ, ബാക്കിൽ പറയാ ഇത് സ്കോർ അല്ലെങ്കിൽ പറയുന്ന സൗണ്ട് ഡിസൈൻ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ചെവിക്കല്ലടിച്ചു കറക്റ്റ് സമയത്ത് അത് ഇടണ്ടേ. ഇത് കഴിഞ്ഞിട്ട് അത് ഊരി എടുക്കണമല്ലോ. ഇനി അത് വെച്ചിട്ട് കുറേ ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വലിച്ചങ്ങ് ഊരി എടുക്കുമ്പോൾ ഊരാനും പറ്റില്ല, പകുതി അങ്ങ് പൊട്ടിപ്പോവും, ബാക്കി പകുതി ചെവിൻ്റെ ഉള്ളിൽ. അത് അയ്യോ, ഊഹിക്കാൽ എങ്ങനെ ഉണ്ടാവുന്നത്. പതിയാണ് ചെവിയുടെ ഉള്ളിൽ കയറ്റുന്ന സീൻ തന്നെ. അയ്യോ, പടത്തിൻ്റെ എല്ലാം കൊണ്ട് രസമുണ്ട് പടം. സ്മൂത്താണ് ഈ പടത്തിൻ്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനിങ് കാര്യവും. ഇപ്പം എനിക്ക് റീസെൻ്റ്ലി ഐ നോബഡി 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. അതിൻ്റെ മ്യൂസിക് ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സൗണ്ട് ഡിസൈനിങ് എവിടെയൊക്കെയോ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉയർന്നു വന്ന പോലെ തോന്നിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ് മ്യൂസിക് ഭയങ്കര സ്മൂത്താണ്. ആൻഡ് ഓൾസോ ഈ പടത്തിൻ്റെ വയലൻസും ഹൊററൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഈ ഈവിൾ ഡെഡ് റൈസ് കണ്ട സമയത്ത് എനിക്ക് വയലൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹൊറർ ഉണ്ടായിരുന്നില്ല. ഇനി ഹൊറർ ചകഞ്ഞാൽ തന്നെ ഹൊറർ തെക്കോട്ട് വയലൻസ് വടക്കോട്ട, ആ രീതിയിലായിരുന്നു ഈവിൾ ഡെഡ് റൈസ് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഈവിൾ ഡെഡ് ബേണിൻ്റെ കേസ് പറഞ്ഞാൽ രണ്ടും ഒരേ റേഞ്ചിലാണ് വയലൻസ് കയറുന്നത്. വയലൻസ് ആയാലും ഹൊറർ ആയാലും ഒരേ പേസിൽ പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു. കുറേ എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഫുൾ പടം കഴിഞ്ഞിട്ട് അവർ പോയാൽ മതി കേട്ടാ.
മൊത്തം ഉണ്ട്, അവസാനം ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട് റെഫറൻസ് പോലെയൊക്കെ ആയിട്ട് അങ്ങനെ. ആൻഡ് എ റേറ്റഡ് ആണ് പടം. 2 മണിക്കൂറോളം ഉണ്ട്. ഞാൻ കാണുന്ന ഫോറമോൾ PXL ആണ്, കൊച്ചി ഫോറമോൾ PXL. അതൊരു ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനാണ്. പടം സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോയിലാണ് ഇവിൽ ഡെഡ് ഉള്ളത്. അതുകൊണ്ട് മേലിലും താഴെ ഞാൻ കണ്ടപ്പോൾ ബ്ലാക്ക് ബാർസ് ഉണ്ടായി. വനിതയിൽ കാണാനായിട്ടൊന്ന് പ്ലാൻ ഇട്ടത്, പക്ഷേ ടൈം കിട്ടിയില്ല. ആക്ച്വൽ പടം ഇന്നലെയാണ് ഇറങ്ങുന്നത്. എനിക്ക് ഇന്നലെ റിവ്യൂ ഇടാൻ പറ്റിയില്ല, 10-ാം തീയതി, ഇന്നലെ ഫ്രൈഡേ. ഈ പടത്തിന് സ്പെഷ്യൽ പ്രീമിയർ ഉണ്ടായി മിനിഞ്ഞാന്ന് 9-ാം തീയതി നൈറ്റ്. എനിക്ക് വർക്കുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ തന്നെ പോയി പടം കണ്ട് ഇന്നാണ് റിവ്യൂ ഇടാൻ പറ്റുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വയലൻസ് ഉള്ള പടമാണ്, അപ്പോൾ എല്ലാവരുടെയും പറ്റുന്നൊരു സോണല്ല. താല്പര്യമുള്ളവർ പോയി കാണാം. തിയേറ്ററിൽ കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ OTT കണ്ടാലും മതി. ബട്ട് എനിക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. അതായിരുന്നു എനിക്ക് ഇവിൽ ഡെഡ് ബേൺ.